ഹൗസ് ഡ്രൈവർ. രചന ഷാജി വല്ലത്ത്. ഷാജി സക്കൽ സയ്യാറ അബി റൂഹിൻ. ഇന്നലെ ഉണ്ടാക്കി വെച്ച സാമ്പാറും ചോറൽപ്പം കഴിച്ച് ഉച്ചയുടെ ചെറുമയക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴാണ് യാത്ര പോകാനുള്ള മേഡത്തിന്റെ ഫോൺ വിളി വന്നത്. ഇന്നലെയും വൈകി ഉറങ്ങി പുലർച്ചെ എഴുന്നേറ്റതിനാൽ ശരിക്കും ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. സമയമില്ലായ്മയിൽ പ്രവാസി ജീവിതത്തിന്റെ ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് 2 ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ചോറും കറിയും. ഉറക്കം നഷ്ടപ്പെട്ട ചെറിയ ഈർഷ്യ മനസ്സിൽ തികട്ടി വന്നെങ്കിലും അതടക്കി ഞാൻ വേഗം ഒരുങ്ങിയിറങ്ങി. മേഡവും കുട്ടികൾ അല്പം അകലെയുള്ള മേഡത്തിന്റെ തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. നേരം സന്ധ്യയോടടുത്തപ്പോൾ അവിടുന്ന് വേറെ പെണ്ണുങ്ങളും കയറി യാത്ര തുടർന്നു. അപ്പോഴേക്കും വിശപ്പ് ചെറുങ്ങനെന്റെ ഉദരത്തിൽ ആമാശയത്തിൽ ഉടലെടുത്ത് തുടങ്ങിയിരുന്നു. 2 ദിവസമായി ചാറ്റൽ മഴ തുടങ്ങിയിട്ട് മൂടിക്കെട്ടി നിൽക്കുന്ന ആകാശവും ഇടക്ക് പെയ്യുന്ന മഴയും തണുത്ത കാറ്റും നാടിനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. ഖത്തറിന്റെ മനോഹാരിത വിളിച്ചോതുന്ന സമുച്ചയങ്ങളുടെ മെർക്കുറി പ്രകാശങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. അവരാദ്യം പോയത് വിദേശ ഭക്ഷണശാലയുടെ മേള നടക്കുന്ന സ്ഥലത്തേക്കാണ്. തിരക്ക് നിറഞ്ഞ നിരത്തിലൂടെ ഞെങ്ങിഞ്ഞെരുങ്ങിയ എൻ്റെ വണ്ടി ഒരു പാമ്പിനെ പോലെ നുഴഞ്ഞ് കയറിക്കൊണ്ടിരുന്നു. റോഡിന്റെ ഇരുവശവുമായി ചെറിയ പെട്ടിക്കടകൾ പോലെ അലങ്കരിച്ച പല വിധത്തിലും ഡിസൈനുകൾ ചെയ്ത ഹോട്ടലുകൾ പലവിധ വർണ്ണപ്രകാശങ്ങളിൽ കുളിച്ചു നിൽക്കുന്നു. പുറത്ത് പരിചാരകരായ സുന്ദരികളായ ഫിലിപ്പീനി പെണ്ണുകൾ മെനു കാർഡുകളുമായി ഈയാമ്പാറ്റകളെ പോലെ പാറി നടക്കുന്നുണ്ട്. വഖഫ് ഷാജി. മേഡത്തിന്റെ വണ്ടി നിർത്താനുള്ള ആജ്ഞ. എൻ്റെ കാലുകൾ യാന്ത്രികമായി ബ്രേക്കിലമർന്നു. മേഡം സൈഡ് ഗ്ലാസ് തുറന്നൊരു ഫിലിപ്പീനെ കൈകൂട്ടി വിളിച്ചു. തുറന്നിട്ട വിൻഡോയിലൂടെ ഒരു കാറ്റായി അകത്തേക്ക് വന്ന പലതരം ഭക്ഷണങ്ങളുടെ മണം എൻ്റെ നാസികാദ്വാരത്തിലേക്ക് ഇഴഞ്ഞു കയറി. വിശപ്പൻ്റെ ആമാശയത്തെ പറ്റിച്ചേർന്ന് തുടങ്ങിയിരിക്കുന്നതെന്ന് ഒരു ചെറുവേദനയോട് അറിഞ്ഞു തുടങ്ങി. അടുത്തേക്ക് വന്ന ജീൻസും ടീഷർട്ടും ഇട്ട ഭംഗിയുള്ള അവിടെ ലിപ്സ്റ്റിക് തേച്ച് ചുവന്ന് തുടുത്ത ചുണ്ടുകൾക്കിടയിൽ നിന്ന് പലതരം ഭക്ഷണങ്ങളുടെ പേരുകൾ പുറത്തേക്ക് ചാടുന്ന അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കിയത്. ഇതുവരെയും കേൾക്കാത്ത പേര് പോലെ തന്നെയാവും അവയുടെ രുചിയും എന്ന് ഞാൻ ഓർത്തു. അറബികൾ ഭക്ഷണപ്രിയരാണ്. പുതിയ രുചികൾ തേടി അവർ വിദേശത്ത് പോലും പോകും. അവർ മൊബൈൽ വഴി അത് തെരഞ്ഞു പിടിക്കും. ഈ ചെറു ഹോട്ടലുകളിൽ അവർ തേടുന്ന രുചികൾ പല ദിവസങ്ങളിലായി വന്ന് രുചിച്ചു പോകും. ഞാൻ എൻ്റെ അടുക്കളയിലെ കരി പിടിച്ച ചെറിയ വട്ടച്ചെമ്പിലെ സാമ്പാറിൻ്റെ രുചിയെക്കുറിച്ചാണ് ചിന്തിച്ചത്. പരിപ്പ് കറിയും മീൻ കറിയും സാമ്പാറിനും എല്ലാത്തിനും ഒരേ രുചിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓർഡർ ചെയ്തുകൊണ്ടുവന്ന ഭക്ഷണങ്ങൾ അവർ വണ്ടിയിലിരുന്ന് കഴിച്ചു തുടങ്ങി. ഞാൻ വെറുതെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. കാഴ്ചകൾ പുറത്താണെങ്കിലും മനസ്സവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ചായിരുന്നു. എൻ്റെ അധികരിച്ച വിശപ്പ് അതിനെക്കുറിച്ച് ചിന്തിപ്പിച്ചു എന്ന് പറയാം. അവരുടെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമ്പരുന്ന ആഹാരത്തിൻ്റെ കഠോര ശബ്ദം എൻ്റെ ചെവികളെയും ഒപ്പം ആമാശയത്തെയും അസ്വസ്ഥനാക്കി. എങ്ങനെ കഴിയുന്നു ഒരാൾ മുന്നിലെത്തി ഇങ്ങനെ ഭക്ഷിക്കാൻ? എൻ്റെ വിശപ്പിനെ കുറിച്ച് ഇവർ ആലോചിക്കാത്തത് എന്താ? ഇത് പല ദിവസങ്ങളിലും പലതവണ ആവർത്തിക്കുന്നതാണെങ്കിലും ഒരു പുതിയ പ്രവാസിയെ പോലെ പിന്നെയും പിന്നെയും ചിന്തകൾ മനസ്സിൽ മാറാതെ കിട്ടും. അതുകൊണ്ട് തന്നെ മനസ്സിലൽപ്പം ദേഷ്യവും അതിലേറെ സങ്കടവും നങ്കൂരമിട്ട് നിന്നു. അന്നേരം ഞാൻ എൻ്റെ നാട്ടിലെ എന്നും യാത്ര പോകാൻ വിളിക്കുന്ന ഓട്ടോക്കാരൻ കുഞ്ഞാക്കയെ ഓർത്തു. എപ്പോഴും പുറംപണിക്ക് വരുന്ന അഴകനെയും വീട്ടിൽ ബന്ധുക്കളെ വിരുന്നിന് കൊണ്ടുവരുന്ന വണ്ടിക്കാരെയും ഓർത്തു. അവർ നമ്മോടൊപ്പം ഭക്ഷണം കഴിപ്പിക്കുന്ന നമ്മുടെ സംസ്കാരത്തെ ഓർത്തു. ഇവരുടെ മുമ്പിൽ നമ്മൾ എത്ര മഹാന്മാരെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. മറ്റൊരു സൗദി വീട്ടിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഏത് പണിക്ക് വരുന്നവരെയും കൂടെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന അവൻ്റെ അർബാബിനെ കുറിച്ച്. അറബികൾക്കിടയിൽ തന്നെ സ്നേഹമുള്ളവരും സ്നേഹമില്ലാത്തവരും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നവരും കഴിയാത്തവരുമുണ്ട്. പൊടുന്നതിന് അടിവയറ്റിലെ വിശപ്പിൻ്റെ കഴപ്പ് എൻ്റെ ഓർമ്മയെ വിലങ്ങിട്ട് നിർത്തി. അവർ വിരലുകളിൽ ഉച്ചിഷ്ടം ചുണ്ടുകൾക്കിടയിൽ വലിച്ചൂമ്പിയ ശബ്ദവീചികൾ കേട്ട് എൻ്റെ തൊണ്ടയിൽ ഉമിനീര് ഉറവിയെടുക്കുകയും ഞാനത് ആമാശയത്തിലേക്ക് ഇറക്കുകയും ചെയ്തു. അവരെന്നെ നോക്കുന്ന പോലുമില്ല. അങ്ങനെ ഒരാൾ അവരുടെ അടുത്തിരിക്കുന്നില്ലെന്ന മട്ടാണ്. അവരുടെ വീട്ടിലെ ഡ്രൈവറാണെങ്കിലും എൻ്റെ ജോലികൾ പലതാണ്. എന്നും വണ്ടികൾ കഴുകണം, മുറ്റം അടിച്ചു വാരണം, മുറ്റം കഴുകണം, കാർപ്പറ്റുകൾ കഴുകണം, ചെടികൾ നനക്കണം, കച്ചറ കൊണ്ട് കളയണം. സമയപരിധിയില്ലാതെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ എല്ലാ ജോലിയും ചെയ്യണം. കുട്ടികളുടെ ചോറ വേറെ. പലപ്പോഴും അല്പസമയം കിട്ടുന്ന സുഖനിദ്രയുടെ രസച്ചരടുകൾ പൊട്ടിച്ചെറിയുന്ന സക്കൽ സയ്യാറ വാക്കുകൾ മനസ്സിൽ അല്പം ദേഷ്യവും അതിലേറെ സങ്കടവും നൽകാറാണ് പതിവ്. പക്ഷേ എത്ര ദേഷ്യം വന്നാലും വെറുത്താലും അന്നേരം മനസ്സിൽ തെളിയുന്ന ചില മുഖങ്ങളുണ്ട്. അകലെ മങ്ങിയ കൂരയിൽ 3 നേരം വയറു നിറച്ചുണ്ടെന്ന സന്തോഷിക്കുന്ന ചിരിക്കുന്ന മുഖങ്ങൾ. അപ്പോൾ അറിയാതെ ഈ ജോലി ഇഷ്ടപ്പെട്ടു പോകും. ഈ ജോലി അങ്ങ് വല്ലാതെ സ്നേഹിച്ചു പോകും. തുടൽ പൊട്ടിച്ച ഭ്രാന്തമായ എൻ്റെ ചിന്തയെ വിശപ്പിൻ്റെ രോദനം വിലങ്ങിട്ട് നിർത്തി. അവർ പിന്നെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ പുറത്തേക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പല വണ്ടികളും മഴയിൽ കുളിച്ച് നിൽക്കുന്നു. വണ്ടികളിൽ ഓരോ ഡ്രൈവർമാരും എന്നെപ്പോലെ വിശപ്പ് സഹിച്ച് നാടിനെ ഓർത്ത് വീട്ടിലെ വളയിട്ട കൈകൾ ഒരുക്കിയ നല്ല കുറുകിയ തേങ്ങാക്കറിയും പൊരിച്ച മൊരിഞ്ഞ മീനും മെഴുക്ക് പുരട്ടിയും പപ്പടവും കൂട്ടി 3 നേരം കഴിക്കുന്ന സ്വാദുള്ള സ്വപ്നത്തെ ഓർത്ത് ഉമിനീരിറക്കി എത്ര പേര് ഇരിപ്പുണ്ടാവും.
അല്ലെങ്കിലും ആമാശയം വറ്റിവരണ്ട് പുഴ പോലെയാകുമ്പോൾ സ്വപ്നം കാണണം. അപ്പോൾ ഉറവ പൊട്ടിയ ഉമിനീരുകൾ കൊണ്ട് ആ പുഴ നിറഞ്ഞൊഴുകുന്നത് കാണും. അല്പനേരം കഴിഞ്ഞ് വീണ്ടും യാത്ര. ഖത്തറിന്റെ ഹൃദയത്തിൽ വലിയ ചില്ലുഗോപുരത്തെ വകഞ്ഞു മാറ്റി മാഡത്തിന്റെ ആജ്ഞക്കനുസരിച്ച് എൻ്റെ വിശപ്പിനെയും പേറി ഞാൻ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. പല സൂക്കുകളിലും മാളുകളിലും വണ്ടിക്കുള്ളിലെ കളിച്ചിരി തമാശകൾ അവരുടെ വിശപ്പ് ശമിപ്പിച്ചിരിക്കുന്നെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അവർ സന്തോഷത്തിലാണ്. അല്ലെങ്കിലും കെട്ടടങ്ങാത്ത തീപ്പൊരി പോലെയാണ് വിശപ്പ്. അത് കെട്ടടങ്ങുക തന്നെ വേണം. അല്ലെങ്കിൽ മനസ്സും ശരീരവും ഒപ്പം തലച്ചോറും പുകഞ്ഞുകൊണ്ടിരിക്കും. സന്തോഷം നഷ്ടപ്പെടും. പിന്നെയും പലയിടങ്ങളിൽ കയറിയിറങ്ങി. ഒരു മാളിലേക്ക് അവർ കയറിയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തണുപ്പെൻ്റെ ശരീരത്തെ മുറുകെ പുണർന്നപ്പോൾ ഞാനൊന്ന് വിറച്ചു. ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ. തണുപ്പിൻ്റെ ആവരണ ഒരു കപ്പ് ചുടുചായയിൽ അകറ്റി നിർത്താനാവും. ഒപ്പം വിശപ്പിൻ്റെ കത്തിലും ഞാൻ മനസ്സിലോർത്തു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പാർക്ക് ചെയ്തിരുന്ന കുറേ വണ്ടികൾ. അപ്പുറത്തെ വണ്ടിക്കിടയിൽ നിന്ന് പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിൽ ചിത്രങ്ങൾ തീർക്കുന്നു. അതിനിടയിൽ ആത്മാവിനെ പോലെ ഒരാൾ. കണ്ടാൽ മലയാളിയാണെന്ന് തോന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, അതെ, ഇവിടെ അടുത്ത് ചായ കിട്ടുമോ? ഒരു നിമിഷം അയാൾ എന്നെ നോക്കി. ഇവിടെ ഒന്നും കിട്ടത്തില്ല, അങ്ങ് ദൂരെ പോകണം. അതും പറഞ്ഞൊരു കവിൾ കൂടി പുക അകത്തേക്ക് വലിച്ചു കയറ്റി. മാളിനകത്തുണ്ടാവില്ലേ? പുക ഊതി വിടുന്ന ആത്മാവിനോട് ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഓ, അതിനകത്തൊന്നും കുടിക്കാൻ മുതലാകത്തില്ലെന്നേ. ഒടിഞ്ഞ കാശല്ലയോ, 10 റിയാലാവും. ഞാനൊന്ന് ഞെട്ടി. എൻ്റെ കയ്യിലെ ചില്ലറകൾ അതിന് തികയില്ല. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഞാൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഉച്ചക്ക് പോന്ന വിശന്ന് കുടൽ കരിഞ്ഞു. ഒരു ചായ കുടിച്ചാൽപ്പോൾ ആശ്വാസമാകണമെന്ന് കരുതി. എൻ്റെ പേഴ്സിലെ ചില്ലറ റിയാലുകൾ എൻ്റെ ആഗ്രഹങ്ങളുടെ സ്മാരകമായി അവിടെ തന്നെ കിടന്നു. അയാൾ വലിച്ചു തീർന്ന കുറ്റി നിലത്തിട്ട് ചവിട്ടി. ഞാൻ ഇന്നലെ രാവിലെ ഇറങ്ങിയതാ, ഇപ്പോഴും കറക്കാന്നേ. ഭക്ഷണത്തിന് പൈസ തന്നില്ല, നേരത്തെ ഒരു ബണ്ണ് കഴിച്ചതാ. അയാൾ പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ വിശപ്പിനൊരു കൂട്ടുകാരനെ കൂടെ കിട്ടിയെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനാണ് കേമൻ. ഞാൻ മനസ്സിൽ ചിരിച്ചു. എത്ര പണിയെടുത്താലും 1 റിയാല് തരൂല. ഉച്ചക്ക് പോന്ന വിശന്ന മനുഷ്യൻ ചാവാറായി. ഞാൻ അതും പറഞ്ഞ് വയറൊന്നൊഴിഞ്ഞു. ഓ, ഒരുവിധ ഹൗസ് ഡ്രൈവർമാരുടെ സ്ഥിതി ഇതന്നെയാന്നേ. അയാൾ അതും പറഞ്ഞൊന്നും മൗനമായി. പിന്നെ നാട്ടിലെ കാര്യം ഓർക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് സഹിക്കും. അതും പറഞ്ഞ അയാൾ ഒരു നെടുവീർപ്പ് തീർത്ത് അകലേക്ക് നോക്കി നിന്നു. ഇപ്പോൾ എൻ്റെ ആമാശയം ഗർഭം പേറിയ പെണ്ണിൻ്റെ അസ്വസ്ഥതയുടെ അവസ്ഥയിലായിരിക്കുന്നെന്ന് എനിക്ക് തോന്നി. മഴ പിന്നെയും ചാറി നനഞ്ഞുകൊണ്ടിരുന്നു. നിരത്തുകൾ നിർജ്ജീവമായി. തിരക്കുകൾ ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം രാത്രി 12:30 കഴിഞ്ഞു. അവർ വന്ന് വണ്ടിയിൽ കയറി. ഇപ്പോഴും കഴിക്കാൻ ചെറുതായി എന്തൊക്കെയുണ്ട് കയ്യിൽ. ഞാൻ യാത്ര തുടർന്നു. മരവിച്ച മനസ്സും ഒപ്പം വിശപ്പും. വീട്ടിലേക്ക് പോകാനുള്ള മേഡത്തിൻ്റെ ആജ്ഞ മനസ്സിൽ അല്പം ആശ്വാസം നൽകിയെങ്കിലും വിശപ്പിൻ്റെ മരവിപ്പ് മനസ്സിനെയും ബാധിച്ചിരുന്നു. വണ്ടി ഓടിക്കുമ്പോഴും മനസ്സിലെ സങ്കടങ്ങൾ ഹൗസ് ഡ്രൈവർ എന്ന ജോലിയോടുള്ള വെറുപ്പുകളായി നുരപൊന്തുമ്പോൾ അകലെ വിശപ്പടങ്ങി സുഖമായിട്ടുറങ്ങുന്ന പല മുഖങ്ങൾ ഓർമ്മയിലെത്തിയപ്പോൾ ഒരു നെടുവീർപ്പ് മാത്രം പുറത്തേക്ക് തികട്ടി. ചിലരുടെ ഇഷ്ടങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക് സ്വയം നഷ്ടങ്ങൾ തീർക്കുന്ന ഒരു പ്രവാസിയായി മാറും. 40 മിനിറ്റിൻ്റെ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി. എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ വണ്ടിക്കുള്ളിൽ അങ്ങിങ്ങായി അവരൽപ്പം കഴിച്ചു ബാക്കി വെച്ച ഭക്ഷണങ്ങൾ ചിതറിക്കിടക്കുന്ന കാണാം. ഞാനതെല്ലാം വാരിക്കൂട്ടി വേസ്റ്റ് ബോക്സിലേക്ക് ഇടുമ്പോൾ എൻ്റെ മനസ്സ് എന്നത്തെയും പോലെ ആഗ്രഹിച്ചു പോയി. അതിൽ നിന്ന് അല്പം മതിയായിരുന്നു എൻ്റെ വിശപ്പടങ്ങി. എന്നിട്ടും അവർ അത് തരാതെ പോയത് ഓർത്തപ്പോൾ ഒരു സങ്കട പെരുമഴ മനസ്സിൽ ആർത്തിരമ്പി വന്നു. അതിലൊരു തുള്ളി കണ്ണിനീരായി അപ്പോഴേക്കും കണ്ണിൽ ഊറിയിരുന്നു. എൻ്റെ വരണ്ട വിശപ്പിലേക്കൊരു വറ്റിറക്കാൻ ഞാൻ അടുക്കളയിലിരിക്കുമ്പോൾ കറുത്ത വട്ടച്ചെമ്പിലെ സാമ്പാറിനിപ്പോൾ അവർ നേരത്തെ കഴിച്ച് പേരറിയാത്ത ഭക്ഷണത്തിൻ്റെ മണവും രുചിയുമായി എനിക്ക് തോന്നി.